السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന നൗഷാദ് വാക്കവി, വേദിയിലും സദസ്യ സന്നിഹിതരായിട്ടുള്ള സ്ഥാപനത്തിന്റെ പ്രവർത്തകരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിന്റെ പോഷക സംഘടനയുടെ ഭാരവാഹികളെ, സഹോദരന്മാരെ, നാം ഇന്നിവിടെ നമ്മുടെ കരിങ്കലത്താണിയിൽ സ്ഥാപിതമായ ഹിഫ്ദുൽ ഖുർആൻ കോളേജിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മവേദിയിലാണ് സന്നിഹിതരായിട്ടുള്ളത്. നാഥൻ നമ്മുടെ ഈ സംഗമ സ്വാലിഹായ അമലായ സൽക്കർമ്മമായി അള്ളാഹു നമ്മിൽ സ്വീകരിച്ച അർഹമായ പ്രതിഫലം അള്ളാഹുവിന് വീട്ടിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽപ്പെട്ട പല വ്യക്തിത്വങ്ങളും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ട് അള്ളാഹു അവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പല ആളുകളും അസുഖബാധിതരാണ്, അള്ളാഹു അവർക്ക് ശിഫ നൽകട്ടെ. ധാരാളം ആളുകളുടെ സാമ്പത്തിക ശാരീരിക സഹായങ്ങളുടെ സ്വദേശത്തിലും വിദേശത്തിലും നാട്ടിലുള്ള മറുനാട്ടിലുള്ള ആളുകളുടെയൊക്കെ സാമ്പത്തിക സഹായങ്ങൾ കൊണ്ട് ഒന്നു മാത്രമാണ് നമ്മുടെ ഈ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഇവിടെ സ്ഥാപിതമായത്. അള്ളാഹു ഇതിനുവേണ്ടി സഹകരിച്ച് പ്രവർത്തിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം ഇരുകൂട്ടിൽ നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയും അള്ളാഹിന്റെ ദീനിന് വേണ്ടി സേവിക്കാനും പ്രവർത്തിക്കാനുമുള്ള എല്ലാ രീതിയിൽ കരുത്തും അവർക്കും നമുക്ക് നൽകി നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മക്കളെ അള്ളാഹിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി നമുക്ക് നേതൃത്വം നൽകുന്ന ഉത്തമ ബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന ഭാഗമായിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനങ്ങൾക്ക് തുടങ്ങിയത്. ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു ഐശ്വര്യവും പുരോഗതിയൊക്കെ ലക്ഷ്യമാക്കി, കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സ്ഥാപനം വരിക എന്ന് പറഞ്ഞാൽ അത് വളരെ പുണ്യമുള്ള, ആ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കാനൊക്കെ ധാരാളം ആളുകളും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല ആളുകളും ഒക്കെ ആഗ്രഹിക്കുന്നതൊക്കെ അള്ളാഹുവിൽ നിന്നൊരു പ്രതിഫലം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സഹായിക്കുന്നവർക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കും നാഥൻ എല്ലാ രീതിയിലും കരുത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയും ഈ സ്ഥാപനത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്കും ഇനിയും ധാരാളം സഹായ സഹകരണം അനിവാര്യവുമാണ്. അള്ളാഹു സഹായിച്ചവർക്കും ഇനി സഹായിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കൊക്കെ എല്ലാ രീതിയിലുള്ള സാമ്പത്തികപരമായും മറ്റുള്ള രീതിയിലുള്ള ഉന്നതിയും അഭിവൃദ്ധിയും അവരുടെ കച്ചവടത്തിലും അത് ജോലിയിലൊക്കെ നൽകി നാഥൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്ഥാപനത്തെ നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ നാടിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാടിന്റെ ഒക്കെ അള്ളാഹിന്റെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സമൂഹത്തെ വാർത്തെടുക്കാനുള്ള യജ്ഞത്തിന്റെ ഭാഗമായിട്ട് ഉള്ള നല്ല രീതിയിലുള്ള ഉന്നതി നാഥൻ നമ്മുടെ സ്ഥാപനത്തെ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ടും ഞാൻ എന്റെ വാക്കു ചുരുക്കുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളത്തിന്റെ പ്രഗത്ഭനായ ടൂറിസം വകുപ്പ് മന്ത്രി, ബഹുമാന്യനായ നാം ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന എ.പി. അനിൽകുമാർ സാർ ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമിയുടെ ഉദ്ഘാടന സദസ്സിലേക്ക് കടന്നു വരികയാണ്. രണ്ട് വാക്ക് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കണ്ടു. പ്രിയമുള്ളവരെ, ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള ഇസ്ലാമിക് അക്കാദമിയും ഉമർ അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള ഹിഫ്ദുൽ ഖുർആൻ റിസർച്ച് സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർകൾ ഇവിടെ നിർവഹിച്ചത്. ബഹുമാനപ്പെട്ട എ.പി. അനിൽകുമാർ സാർ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 2 ചടങ്ങുകളിൽ എത്തിച്ചേരാമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഏതായിരുന്നാലും
ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിൽ എന്തായാലും എത്തിച്ചേരാമെന്ന് അദ്ദേഹം വാക്ക് തന്നതാണ്. വാക്ക് പാലിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്നു. സ്ഥാപനത്തിന്റെ പേരിൽ, സുന്നി മഹല്ല് ഫെഡറേഷന്റെ പേരിൽ അഗൈതവമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. കൂട്ടത്തിൽ DCCയുടെ മലപ്പുറം ജില്ലയുടെ അഭിവന്ദനായിരിക്കുന്ന ജനറൽ സെക്രട്ടറി ബാബുരാജ് തുടങ്ങി പ്രമുഖരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ അധ്യക്ഷരും അതേപോലെ തന്നെ കേരളത്തിന്റെ വഖഫ് ബോർഡ് ചെയർമാനായി അൽ വലദു സിറു അബി എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. പുത്രൻ പിതാവിന്റെ പൊരുളാണ് എന്ന്. ആ പിതാവിന്റെ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട സന്തതി, സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്, കേരളത്തിന്റെ വഖഫ് ബോർഡിന്റെ അഭിവന്ദനായിരിക്കുന്ന പ്രഗത്ഭനായിരിക്കുന്ന ചെയർമാൻ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾക്ക് ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമിയുടെയും സുന്നി മഹല്ല് ഫെഡറേഷന്റെയും സ്നേഹോപഹാരം അത് നൽകുന്നതിന് വേണ്ടി കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രി അഭിവന്ദനായിരിക്കുന്ന AP അനിൽകുമാർ സാറേയും ഏറ്റുവാങ്ങാൻ വേണ്ടി ബഹുമാന്യനായിരിക്കുന്ന തങ്ങളവറുകളെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, ഈ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഏറെ പരിശ്രമിച്ച അഭിവന്ദനായിരിക്കുന്ന ഉസ്താദ് AM നൌഷാദ് ബാക്കവി അവർക്ക് സ്ഥാപനത്തിന്റെ സ്നേഹോപഹാരമായിക്കൊണ്ട് ഉദ്ഘാടന സംഗമത്തിൽ ഇതിന്റെ പ്രവർത്തകർ ഒരുക്കിയ ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള ഒരു ഉപഹാര സമർപ്പണമാണ്. അത് നൽകാൻ വേണ്ടി അഭിവന്ദനായിരിക്കുന്ന സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളവറുകളെയും ഏറ്റുവാങ്ങാൻ വേണ്ടി പ്രിയപ്പെട്ട ബാക്കവി ഉസ്താദിനെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.